ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന സന്ധ്യ ഡോക്ടറുടെ അരികിലെത്തി പ്രശ്നങ്ങളൊക്കെ അറിയിക്കുന്നു. ഇതിന് ഒരു പരിഹാരം ഡോക്ടർ ഒന്ന് പറഞ്ഞതാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കേട്ട് സന്ധ്യ പറഞ്ഞു, എന്തായാലും അവന്തികയുടെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. മാത്രവുമല്ല, ആദ്രയുടെ കുഞ്ഞിനെ ശരിക്കും സൂക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോ അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് വ്യക്തമാണ് എന്ന് സന്ധ്യ അർച്ചനയോട് അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, എനിക്ക് ആതിരയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ. അവന്തികയെ കുറിച്ച് അവൾക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ പാവം ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് എനിക്കും വല്ലാതെ ആധിയുണ്ട്. കുഞ്ഞിന്റെ കാര്യം കൂടി അവർ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടായാൽ അത് അവസാനം എന്റെ തലയിൽ തന്നെ വന്ന് വീഴുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സന്ദീപിനെ ആദ്യക്ക് അരികിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഇതിനൊരു പോംവഴി ഞാൻ ആലോചിച്ചിട്ട് കിട്ടിയത്. അതാണ് ഞാൻ ഡോക്ടറോടും ചോദിച്ചത്. അതിനെന്താ എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ എന്ന്. അത് മാത്രമല്ല, ഇപ്പോ അവരെ വിവാഹം കഴിപ്പിച്ചതും അവരൊന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സന്ധ്യ ഡോക്ടർ ഉടനെ അബ്ദുൽ ഖാദറിന്റെ ഫോട്ടോ നോക്കി പറഞ്ഞു, ഇക്കയും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് അവർ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ. സത്യത്തിൽ ഇക്ക ഇപ്പൊ ഉണ്ടാകണമായിരുന്നു. എന്നാൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഇക്ക തന്നെ കാണുമായിരുന്നു എന്ന് പറഞ്ഞത്. അർച്ചന പറഞ്ഞു, ഞാനിനി എന്ത് ചെയ്യും ഡോക്ടർ? ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ ആകെ ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആതിരയോടൊപ്പം സന്ദീപ് അവിടെ വേണം. എന്നാലേ ആതിരയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായി അവിടെ ജീവിക്കാനാകും. അതുകൊണ്ട് എന്താണ് ഒരു പോംവഴി? സന്ദീപിനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് മടക്കി കൊണ്ടുവന്നേ തീരൂ. ആ സന്ദീപിന്റെ കാര്യം പറയാനായി അവന്തികയുടെ അരികിലേക്ക് ചെന്നാൽ അവർക്ക് എപ്പോഴും സന്ദീപിന്റെ പേര് കേട്ടത് ആ നിമിഷം തന്നെ ദേഷ്യം വരും. അതുപോലെ തന്നെ അവരുടെ ആ ദേഷ്യം അച്ഛന്റെ മനസ്സിലേക്കും ഉണ്ടാക്കിയെടുക്കാനായി അവർ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ അച്ഛന്റെ മനസ്സിലും സന്ദീപിനോട് വല്ലാത്ത അകൽച്ച ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് അർച്ചന വിഷമത്തോടെ സന്ധ്യ ഡോക്ടറെ അറിയിച്ചു. ഉടനെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഈ ഒരു കാര്യം ചെയ്യ്. ഞാൻ ഇക്ക മരിച്ചതിന് ശേഷം ഇന്നലെയാണ് പൂജാമുറിയിൽ തിരി തെളിയിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നീ ഇന്ന് പൂജാമുറിയിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കേ. നിന്റെ ഭഗവാൻ കണ്ണൻ നിനക്ക് എപ്പോഴും തുണയായി വരാറുണ്ടായിരുന്നല്ലോ. ഇതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അപ്പോഴൊക്കെ നിനക്ക് ഒരു വഴി തെളിയിച്ചു തന്നത് ഭഗവാൻ തന്നെ ആയിരുന്നില്ലേ. അതുകൊണ്ട് നീ പൂജാമുറിയിൽ ചെന്നൊന്ന് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒന്ന് പ്രാർത്ഥിക്കേ. എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ നമുക്ക് മുന്നിൽ തെളിയിച്ചു തരും, തീർച്ചയാണ്. അതുകൊണ്ട് നീ പോയൊന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അർച്ചനയെ സന്ധ്യ ഡോക്ടർ പൂജാമുറിയിലേക്ക് പറഞ്ഞയക്കുന്നു. പൂജാമുറിയിലെത്തിയ അർച്ചന തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, കണ്ണാ, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് അവർ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും എന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല എന്ന് ഭഗവാൻ അറിയാവുന്നതല്ലേ. ഞാൻ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് ഭഗവാൻ വ്യക്തമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഭഗവാൻ തന്നെ എനിക്ക് കാട്ടിത്തരണമെന്ന് അർച്ചന ഭഗവാന് മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. അങ്ങനെ വിഷമത്തോടെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോകാനായി അർച്ചന ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അർച്ചനയുടെ കണ്ണ് മറ്റൊരിടത്ത് പതിച്ചത്. തന്റെ ശ്രദ്ധ കൃത്യമായി പതിച്ച സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ഒന്നുകൂടി പിന്തിരിഞ്ഞ് അർച്ചന നോക്കുന്നു. ഭഗവാന്റെ ആ വിഗ്രഹത്തിന് പിന്നിലായിരുന്ന ആ സ്റ്റാൻഡിന്റെ അകത്ത് ഒരു ഡയറി ഇരിക്കുന്നത് അർച്ചന കണ്ടു. ഉടനെ തന്നെ അർച്ചന വേഗം അതിലരികിലേക്ക് ചെന്നു. ആ ഡയറി കയ്യിലെടുത്തതും അപ്പോഴാണ് അർച്ചനയ്ക്ക് മനസ്സിലായത് ഇത് തന്റെ കയ്യിൽ അന്ന് വിജയുടെ മക്കൾ ഏൽപ്പിച്ച ഡയറിയാണെന്നും വിജയ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച അവന്തികയ്ക്ക് വേണ്ടി താൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും എന്തൊക്കെയാണ്, താൻ അന്ന് ആ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ കമ്പനിയിൽ നടത്തിയ തിരിമറികൾ എന്നതിനെ കുറിച്ച് കൃത്യമായി വിജയ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിജയുടെ പേഴ്സണൽ ഡയറിയാണെന്നുള്ള സത്യം അർച്ചന മനസ്സിലാക്കി. അത് തന്റെ കയ്യിൽ കിട്ടിയതോടെ അർച്ചനയ്ക്ക് അവന്തികയെ വെല്ലുവിളിക്കാൻ ഒരു പിടിവള്ളി കിട്ടിയതായിട്ട് അർച്ചന തിരിച്ചറിഞ്ഞു. ഭഗവാൻ തന്റെ മുന്നിൽ കാട്ടിത്തന്ന ഒരു വഴിയാണതെന്ന് അർച്ചന മനസ്സിലാക്കി. അതിനുശേഷം അവന്തിക പുറത്ത് ഓഫീസിൽ പോയതിനു ശേഷം ഒരാളെ കാണുവാനായി പുറത്തേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവന്തികയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വന്നു. അവന്തിക ഫോൺ എടുത്ത് നോക്കിയതും അർച്ചനയാണ് വിളിച്ചിരിക്കുന്നത്. ഉടനെ ഓഹോ, വീഡിയോ കോളിലോ എന്ന് വളരെ പരിഹാസത്തോടെ കോള് അറ്റൻഡ് ചെയ്തതും അർച്ചന ചോദിച്ചു, അല്ല എടുത്തി ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചപ്പോ അർച്ചന ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായി ചില തിരക്കുകളുണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തു വന്നതാണ്. നിനക്ക് എന്താ ഇപ്പം നീ എന്തിനാ ഇപ്പൊ വീഡിയോ കോൾ വന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ ഏട്ടത്തി, ഞാനേ അച്ഛനോടൊരു കാര്യം പറയാനായി പോവുകയായിരുന്നു.
അപ്പോ എനിക്ക് തോന്നി ആ സമയത്ത് ഏടത്തിയും ഇവിടെ വേണമെന്ന്. അതുകൊണ്ട് അക്കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോ ഏടത്തിയെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോ അർച്ചനയോട് അവന്തിക പറഞ്ഞു, ഓ അത് ശരി, നിനക്ക് എന്തെങ്കിലും അച്ഛനോട് പറയണമെന്നുണ്ടെങ്കിൽ നീ നേരിട്ട് എന്ന് പറയടി, അതിനിപ്പോ ഞാൻ അവിടെ വേണമെന്ന് എന്താ എത്ര നിർബന്ധം എന്ന് അവന്തിക അർച്ചനയോട് ചോദിച്ചു. നീ ഒരു ഇക്കാര്യം ചെന്ന് എന്ത് പറഞ്ഞാലും അത് നീ അച്ഛന്റെ മുന്നിലല്ലേ പറയുന്നത്, പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അതെ, ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആ പഴയ മാനേജറില്ലേ, മുൻ മാനേജർ വിജയെ കുറിച്ചാണ്. വിജയ് അവന്തികേടത്തിയുമായി നടത്തിയ, നിങ്ങളുമായി നടത്തിയ, കമ്പനിയിൽ ഉണ്ടാക്കിയ ആ തിരിമറികളെ കുറിച്ചും നിങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ അന്ന് വെട്ടിച്ചിന്റെ ഒക്കെ കണക്കുകളെ കുറിച്ചും അന്ന് വിജയ്ക്കുണ്ടായ അപകട മരണത്തെ കുറിച്ചുമൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത് എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, ഓ ശരി ശരി, നീ വേഗം ചെന്ന് അച്ഛനോട് ഈ കാര്യങ്ങളൊക്കെ പറ, എല്ലാം ചെയ്തത് ഞാനാണെന്നും അങ്ങ് പറഞ്ഞേക്ക്. നീ അങ്ങനെ അങ്ങ് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അച്ഛൻ അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ എന്ന് അവന്തിക പരിഹസിച്ച് ചോദിച്ചതും അർച്ചന പറഞ്ഞു, എന്റെ അടുത്ത് അതിന് ഞാനല്ലല്ലോ ഇത് പറയാൻ പോകുന്നത്, ഇത് പറയാൻ പോകുന്നത് വിജയ് തന്നെയാണ് എന്ന്. അത് കേട്ട ഉടനെ അവന്തിക ഞെട്ടലോടെ നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതേ ഏടത്തി, അന്ന് ഏടത്തിക്ക് വേണ്ടി അയാൾ ചെയ്ത തിരിമറികളെ കുറിച്ചും പിന്നീട് അതിന്റെ പേരിൽ അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതും, അത് മാത്രമല്ല പിന്നീട് നിങ്ങളുടെ ഭീഷണി ഉണ്ടായതും അയാൾക്കുണ്ടായ അപകടങ്ങളും, അതിനുശേഷം ഇനി അയാളുടെ ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടായാൽ അതിന് പിന്നിലും അവന്തികയാണെന്നുള്ള മരണമൊഴിയായിട്ട് അയാൾ രേഖപ്പെടുത്തിയ, അയാളുടെ സ്വന്തം കൈപ്പിടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അയാളുടെ പേഴ്സണൽ ഡയറിയാണ് ഈ സത്യങ്ങൾ അച്ഛനോട് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അർച്ചന തന്റെ കയ്യിലിരുന്ന ആ ഡയറി അവന്തികയെ ഉയർത്തിക്കാട്ടി. ആ ഡയറി കണ്ടതും അവന്തിക വല്ലാതെ ഭയപ്പെട്ടു. ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, അതെ, ഞാനിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ എടുത്ത് ഞെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന വേഗം തന്നെ സേതുമാധവന്റെ ഡോർ തുറന്ന് അകത്ത് സേതുമാധവൻ കിടക്കുന്നത് അവന്തികയെ കാണിച്ചു കൊടുക്കുന്നു. അവന്തിക അത് കണ്ടതും ആകെ ഭയത്തോടെ നിൽക്കുന്നു. ഉടനെ തന്നെ അവന്തികയെ അത് കാണിച്ചതിന് ശേഷം ശബ്ദമുണ്ടാക്കാതെ അർച്ചന പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അർച്ചന അവന്തികയോട് പറഞ്ഞു, അതെ, അച്ഛൻ നല്ല ഉറക്കത്തിലാണ്, അച്ഛൻ ഉണരുമ്പം വേണം എനിക്ക് ഇക്കാര്യം, ഈ ഡയറി അച്ഛനെ ഏൽപ്പിക്കാൻ. ഇക്കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുകയും വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഏട്ടത്തി ഇനി ഇവിടേക്ക് മടങ്ങി വരണമെന്നൊന്നും ഇല്ല കേട്ടോ. ഏട്ടത്തി അതിലെ ഇനി മറ്റെവിടേക്കെങ്കിലും പോയിക്കോ, അതാണ് നല്ലത് എന്ന് അർച്ചന അവന്തികയോട് അറിയിച്ചു. അത് കേട്ടതും അവന്തിക വളരെ ടെൻഷൻ അടിക്കുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനേ ഒരു 15 മിനിറ്റ് നേരത്തേക്ക് അച്ഛൻ ഉറങ്ങി എഴുന്നേക്കുമോ എന്ന് നോക്കും. അച്ഛൻ ഒരു 15 മിനിറ്റ് ആയിട്ടും അച്ഛൻ എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അച്ഛനെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അതേ 15 മിനിറ്റ് തന്നെ ഞാൻ ഏടത്തേക്കും തരികയാണ്. ഈ 15 മിനിറ്റിനുള്ളിൽ ഏടത്തി ഇവിടെ വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനത്തിലെത്തിക്കാം. എന്താ, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അർച്ചന അവന്തികയോട് സംസാരിച്ചു. അത് കേട്ട അവന്തിക ഉടനെ തന്നെ കാറിലേക്ക് കയറി കഴിയുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യാനായി ഒരുങ്ങുന്നത് കണ്ട് അർച്ചന പറഞ്ഞു, എടുത്തി കോള് കട്ട് ചെയ്യണ്ട, എടുത്തി കോളിൽ തന്നെ ഇരുന്നോളൂ, നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ പോരാന്നേ എന്ന് പറഞ്ഞ് അർച്ചന കോള് കട്ട് ചെയ്യണ്ട എന്നും അവന്തികയോട് അറിയിച്ചു. അവന്തിക ഒരു കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് അർച്ചന പറയുന്നതും കേട്ട് അവിടുന്ന് കാർ എടുത്തു. അങ്ങനെ വഴിയെ പോരുന്ന സമയത്ത് അർച്ചന അവന്തികയോട് പറഞ്ഞു, എടുത്തി, എന്തായാലും അച്ഛൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എടുത്തി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുവരെ എടുത്തി കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഈ ഡയറിയിലൂടെ അച്ഛൻ അറിയും എന്ന് പറഞ്ഞ് അവന്തികയെ കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ തന്റെ കയ്യിലിരുന്ന ആ ഡയറി അവന്തികയെ കാണിച്ചുകൊണ്ട് അർച്ചന വീണ്ടും വീണ്ടും ടെൻഷൻ അടിപ്പിച്ചു. ആ ഡയറി എടുത്ത് വീശിക്കൊണ്ടിരുന്നുകൊണ്ട് അർച്ചന അങ്ങനെ തന്റെ മുന്നിലേക്ക് വീണ്ടും വീണ്ടും ഡയറി കാണിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വളവ് തിരിയുന്ന സമയത്ത് അവന്തിക എതിരെ വരുന്ന കാറ് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ആ വളവിലേക്ക് ചാടിക്കയറി. അപ്പോഴേക്കും എതിർദിശയിൽ വന്ന ആ കാറുകാരൻ ദേഷ്യപ്പെട്ടു. ഹലോ പെണ്ണുമ്പിള്ളെ, നിങ്ങൾ എങ്ങോട്ടാ, വായുകുളിക്ക് പോവാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും ഉടനെ അവന്തിക പറഞ്ഞു, എടോ താൻ ആ കാർ എടുത്തോണ്ട് പോടോ എന്ന് പറഞ്ഞ് അയാളോട് ദേഷ്യപ്പെടുന്നതൊക്കെ അവന്തികയുടെ മുഖഭാവവും ഒക്കെ ആ വീഡിയോ കോളിൽ ഇരിക്കുന്ന അർച്ചന കണ്ട് ആസ്വദിക്കുന്നു. അതിനുശേഷം അർച്ചന അവന്തിക വരുന്നതിനായി കാത്തങ്ങനെ ഇരിക്കുമ്പോ ഉടനെ തന്നെ അവന്തിക നിമിഷ നേരങ്ങൾ കൊണ്ട് നെല്ലിശ്ശേരിയിലേക്ക് വന്നെത്തി. കാറിൽ നിന്ന് ഇറങ്ങിയ അവന്തിക ഓടി അകത്തേക്ക് എത്തുന്നു. ഉടനെ തന്നെ അർച്ചന ഹാളിലിരുന്ന് അവന്തിക വരുന്നതും പ്രതീക്ഷിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവന്തിക ഓടി തന്നെ മുന്നിലേക്ക് വരുന്ന കാഴ്ച കണ്ട് അർച്ചന ചോദിച്ചു, ആഹാ കൊള്ളാവല്ലോ, ഞാൻ ഏടത്തിക്ക് 15 മിനിറ്റ് ആണ് സമയം തന്നത്, എന്നാൽ ആ 12 മിനിറ്റ് കൊണ്ട് ഏടത്തി ഇവിടെ പാഞ്ഞെത്തിയെന്നുണ്ടെങ്കിൽ ഈ ഡയറിയിൽ ഏടത്തിയുടെ ജീവിതമുണ്ടെന്ന് വേണ്ടേ നമുക്ക് വിശ്വസിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഡയറി ഞാൻ അച്ഛനെ ഏൽപ്പിച്ചാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇതോടെ മനസ്സിലാക്കാൻ കഴിയും.
അവന്തിക ഇതോടെ അവസാനിച്ചു. അതാണ് ഈ ഡയറിയുടെ പ്രത്യേകത അല്ലേ എന്ന് ചോദിച്ച് അർച്ചന കളിയാക്കിക്കൊണ്ടിരുന്നു. അവന്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ ഏടത്തി, ഇനി വളച്ചുകെട്ടൊന്നുമില്ലാതെ ഞാൻ കാര്യം ഏടത്തിയോട് പറയാം. വേറൊന്നുമല്ല, ഇന്ന് ഒന്നെങ്കിൽ ഏടത്തിക്ക് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ ഇപ്പോ വലിയൊരു പ്രശ്നം സംഭവിച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ പിന്നാലെയാണ് ഈ സംഭവം വരാൻ പോകുന്നത്. അത് എത്രത്തോളം ഈ കുടുംബത്തെ ഏടത്തിയും ബാധിക്കുമെന്ന് ഏടത്തി ഒന്ന് ആലോചിച്ചു നോക്ക്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തി ഓർമ്മിച്ചു, ഞാനിപ്പോ ഈ കാര്യങ്ങളൊക്കെ അച്ഛനോട് ചെന്ന് പറയുകയും അച്ഛന്റെ മുന്നിൽ വെച്ച് ഈ ഡയറിയൊക്കെ അങ്ങ് വായിക്കും. അതിനുശേഷം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്യും. പിന്നെ എന്തായിരിക്കും അച്ഛന്റെ തീരുമാനമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ അവന്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, എന്നാ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. തൽക്കാലം ഞാനിത് അച്ഛനെ കാണിക്കാതിരിക്കാം. പകരം ഈ സന്ദീപിനെ ഉടനെ തന്നെ ഇവിടേക്ക് മടക്കി കൊണ്ടുവരണം. അതാണ് എന്റെ ആവശ്യം. അത് നിങ്ങക്ക് കഴിയുമല്ലോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അത് പിന്നെ അർച്ചന, അത് അച്ഛനെടുത്ത തീരുമാനമാ, അതങ്ങനെ ഞാൻ മാറ്റും എന്ന് ചോദിച്ചപ്പോ അർച്ചനയോട് ദേഷ്യത്തോടെ അർച്ചന അവന്തികയോട് പറഞ്ഞു, എടുത്തേ, എനിക്ക് വേറൊന്നും പറയാനില്ല. ഒറ്റ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നാളെ സന്ദീപ് ഇവിടെ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എടുത്തി ഇന്ന് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താകും. അത്രേ ഉള്ളൂ എന്ന് അർച്ചന അവന്തികയോട് പറഞ്ഞു. ഇക്കാര്യത്തിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇപ്പോൾ തന്നെ എനിക്ക് മറുപടിയും വേണം എന്ന് പറഞ്ഞപ്പോ അവന്തിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. ഉടനെ അർച്ചന പറഞ്ഞു, അപ്പോ ഈ ഡയറിയുമായിട്ട് ഞാൻ അച്ഛന്റെ അരികിലേക്ക് പോകാം അല്ലെ എന്ന് പറഞ്ഞ് അർച്ചന ആ ഡയറിയും എടുത്തുകൊണ്ട് നേരെ സേതുമാധവന്റെ റൂമിൽ ലക്ഷ്യം വെച്ച് പോകുന്നത് കണ്ട് അവന്തിക പെട്ടെന്ന് വിളിച്ചു, അർച്ചന എന്ന് വിളിച്ചതും അവന്തികയുടെ ആ വിളിയിൽ നിന്ന് അർച്ചനയ്ക്ക് കാര്യം മനസ്സിലായി. അർച്ചന അരികിലേക്ക് വന്ന് പുഞ്ചിരിയുടെ ആ ഡയറിയുമായി നിൽക്കുമ്പോൾ അവന്തിക അവസാനം സമ്മതിച്ചെന്ന രീതിയിൽ അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അർച്ചന ആ ഡയറി ഒന്നുകൂടി അവന്തികയെ കാണിച്ചിട്ട് അവിടുന്ന് നേരെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുന്നു. ഈ സമയത്ത് അവന്തിക ഇനി എന്തു പറയുമെന്ന ആശങ്കയിലായിരുന്നു ആ സമയം. ഉടനെ തന്നെ അർച്ചന പറഞ്ഞു, അതെ, നിങ്ങൾ വിചാരിച്ചാൽ അവനെ തിരികെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ വിചാരിച്ചപ്പോ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞാൽ അത്രയും സമയമൊന്നും വേണ്ട. നിങ്ങൾ അവനെ ഇവിടുന്ന് പുറത്താക്കാൻ എടുത്ത സമയമൊന്നും വേണ്ട അവനെ തിരിച്ചിവിടേക്ക് കൊണ്ടുവരാനായിട്ട്. അത് നിങ്ങൾ ആഗ്രഹിച്ചാൽ, നിങ്ങൾ തീരുമാനിച്ചാൽ നടപ്പിലാകുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്റെ ഈ ആവശ്യം അംഗീകരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് മടങ്ങി. അപ്പോഴേക്കും സേതുമാധവൻ എഴുന്നേറ്റെന്ന് മനസ്സിലാക്കിയ ഉടനെ അവന്തിക വേഗം സേതുമാധവന്റെ റൂമിലേക്ക് എത്തി. ഈ സമയത്ത് സേതുമാധവൻ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവന്തിക അകത്തേക്ക് കയറി വന്നത്. സേതുമാധവൻ ചോദിച്ചു, അല്ല നീ എന്താ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്ന് ചോദിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, പോയി അച്ഛാ, പെട്ടെന്ന് എനിക്ക് പോരേണ്ടി വന്നു എന്ന് പറഞ്ഞതും സേതുമാധവൻ ചോദിച്ചു, അതെന്താ, എന്തു പറ്റി എന്ന് അന്വേഷിച്ചതും അവന്തിക പറഞ്ഞു, അച്ഛാ വേറൊന്നുമല്ല, അവിടെ ചെന്നിരിക്കാൻ മനസ്സ് ഒന്നും അനുവദിക്കുന്നില്ല. ആകെ അസ്വസ്ഥമാണ്. ഒരു ജോലിയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് കേട്ട സേതുമാധവൻ എന്താ കാര്യം എന്നുള്ള രീതിയിൽ അവന്തിയെ നോക്കി. ഉടനെ അവന്തിക പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സന്ദീപിനെ കുറിച്ചാണ്. അവൻ നമ്മുടെ എല്ലാവരുടെയും സ്നേഹത്തോടെ വളർന്ന കുട്ടിയല്ലേ. അവന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായപ്പോ അതിന് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് മനസ്സ് വല്ലാത്ത ഒരു വേദനയിലാണ്. അതുകൊണ്ട് തന്നെ അച്ഛാ നമുക്ക് അത്തരത്തിലൊരു തീരുമാനം എടുത്തേ തീരൂ. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവനെ മടക്കി വിളിക്കുക അച്ഛാ. അവൻ ഈ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു സമാധാനവും കിട്ടില്ല എന്ന് പറഞ്ഞത് സേതുമാധവൻ പറഞ്ഞു, മോളെ എനിക്ക് അതൊരിക്കലും കഴിയില്ല എന്ന് അവന്തികയോട് അറിയിച്ചു. അതിനുള്ള കാരണം എന്താന്ന് പല ആവർത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. വിശ്വാസം അത് തകർന്നു പോയാൽ, അത് ഇല്ലാതായാൽ പിന്നെ ഒരിക്കലും അത് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല. അത് ഇനി നീ ആണെങ്കിൽ പോലും അതാണ് എന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവൻ ഈ കുടുംബത്തോട് ചെയ്ത തെറ്റുകൾ എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇപ്പോഴും വിവാഹത്തിന് ക്ഷണിച്ചിട്ട് വന്നവർ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് തീരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവനോടുള്ള ദേഷ്യം മനസ്സിൽ വീണ്ടും വീണ്ടും അതിലിരട്ടിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ മറ്റുള്ളവരും അച്ഛനുമൊക്കെ ഇവിടെ ക്ഷണിച്ചു വന്നവരുടെ മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയും അപമാനിതരാകുകയും ചെയ്യുന്നതൊന്നും മക്കൾക്ക് അതൊന്നും വലിയ പ്രശ്നമല്ലെങ്കിൽ പിന്നെ നമ്മള് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നിസ്സഹായരായി നിൽക്കാനല്ലേ സാധിക്കൂ. എന്തായാലും സന്ദീപ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഒരിക്കലും ഒരു മാപ്പും കൊടുക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലാണ് എന്റെ മനസ്സിപ്പോഴും എന്ന് സേതുമാധവൻ അറിയിച്ചതും അവന്തിക പറഞ്ഞു, അച്ഛാ എനിക്ക് അവൻ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോയപ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി. അത് വേറൊന്നും അല്ല അച്ഛാ, അച്ഛനോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. നന്ദേട്ടന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
അന്ന് നന്ദേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നിമിഷം അച്ഛന് ഓർമ്മയില്ലേ? സന്ദീപും അതുപോലെ ഈ വീടിന്റെ പടിയിറങ്ങി പോകുന്നത് കണ്ടപ്പോൾ എനിക്കും എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അതോടൊപ്പം തന്നെ ഞാൻ മനഃപൂർവ്വം അച്ഛനിൽ നിന്ന് മറച്ചു വെച്ച മറ്റൊരു കാര്യമുണ്ട്. ആതിര സന്ദീപ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നോക്കി നിന്ന ആ നോട്ടം, അന്ന് നന്ദേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്കുണ്ടായ അതേ മാനസികാവസ്ഥയിലായിരുന്നു ആതിരയും അവിടെ നിന്നത്. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ആതിര ഏത് വിധേനയാണ് ഇവിടേക്ക് വന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് അതിനെ അനുകൂലിക്കാതിരിക്കാനും കഴിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അച്ഛൻ ചിന്തിച്ചാൽ മതി. ഈ വീട്ടിലേക്ക് ആതിര വന്നു കയറിയ പെൺകുട്ടിയാണ്. മനസ്സിൽ കുറെ സ്വപ്നങ്ങളുമായി സന്ദീപിനോടൊപ്പം ജീവിക്കാനായിട്ട് ഇവിടേക്ക് വന്നവൾ. ആ പെൺകുട്ടിയുടെ ജീവിതമാണ് പെട്ടെന്ന് അവളുടെ കണ്ണിന് മുന്നിൽ വെച്ച് തകർന്നടിഞ്ഞുകൊണ്ടിരുന്നത്. അവളുടെ ആ മനസ്സിന്റെ വേദന മറ്റാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് കഴിയുവച്ചാ. നന്ദേട്ടൻ എന്റെ അരികിൽ നിന്ന് പോയപ്പോ ഒരിക്കലും നമ്മൾ ഇത്രത്തോളം ആ സങ്കടം, ആ അകൽച്ച, ആ വേർപാട് നമുക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായത് അച്ഛന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? അതുപോലെ തന്നെ നാളെ മറ്റൊരു അവന്തികയായി ആതിര ഈ വീട്ടിൽ ജീവിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല അച്ഛാ. ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ അടക്കി പിടിച്ചു നടക്കുന്ന എന്റെ വേദനകളും എന്റെ സങ്കടങ്ങളും ഞാൻ ആരോടും പറയാറില്ലെങ്കിലും എന്നെ പോലെ ആതിരയ്ക്ക് ഇവിടെ കഴിഞ്ഞുകൂടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവന്തിക സേതുമാധവനോട് അറിയിച്ചു. അച്ഛാ, സന്ദീപ് ഒരിക്കലും ഈ ഒരു തെറ്റ് അവൻ മനഃപൂർവ്വം ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇതിനെല്ലാത്തിനും കാരണക്കാരായത് മറ്റുള്ളവരല്ലേ അച്ഛാ? അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. സന്ദീപ് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നമ്മളോട് ചോദിച്ചിട്ടല്ലേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, അത് ശരി തന്നെയാണ്. അർച്ചന അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ അവൻ എന്നോട് പറയാമായിരുന്നല്ലോ എന്ന് ചോദിച്ചതും ഉടനെ അവന്തിക പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ അത് തന്നെയാ പറഞ്ഞു വന്നത്. അവനെ കൊണ്ട് അർച്ചന നിർബന്ധിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചതായിരിക്കില്ലേ? അത് മാത്രമല്ല, അവൻ അച്ഛനോട് ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനും അച്ഛനെ ഇക്കാര്യം അറിയിക്കണമെന്ന് പറഞ്ഞ് അവൻ വന്നപ്പോഴും ചിലപ്പോൾ അർച്ചന തന്നെയായിരിക്കും അവനെ തടഞ്ഞിട്ടുണ്ടാവുക. അർച്ചന അവനെ വിലക്കിയതയക്കാനും സാധ്യതയില്ലേ അച്ഛാ? അച്ഛൻ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമല്ല, ഞാൻ തന്നെയാണ് അർച്ചന ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഈ പ്രശ്നത്തിനൊക്കെ കാരണക്കാരി അർച്ചന തന്നെയാണ്. അർച്ചന ഈ വീടിന്റെ മരുമകളായി ഞാൻ മാറ്റാൻ ആഗ്രഹിച്ചത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടി നമ്മളെയൊക്കെ അനുസരിച്ചും നമ്മളെയൊക്കെ സ്നേഹിച്ചും ഇവിടെ ഒതുങ്ങിക്കൊടുവെന്നാണ് കരുതിയത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ സ്വർഗതുല്യമായ ഒരു ജീവിതം അവൾക്ക് ലഭിച്ചെന്ന് അറിഞ്ഞപ്പോ അവളുടെ സ്വഭാവമാകെ മാറി. അവൾ പിന്നെ ഈ വീട്ടിനെല്ലാം മൊത്തത്തിൽ അവൾ അടക്കി ഭരിക്കാനായി ആഗ്രഹിച്ചു. അതാണ് അവൾ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടിയത്. അതേ ചിന്താഗതിയിൽ തന്നെ അവളുടെ വീട്ടുകാരും മുന്നോട്ട് പോയി. അതായിരിക്കുമല്ലോ സന്ദീപിനെ കൊണ്ട് നിർബന്ധിച്ച് ആതിരയെ കൊണ്ടും നിർബന്ധിച്ച് അവർ പരസ്പരം പ്രണയത്തിലാകാനുള്ള സാഹചര്യങ്ങൾ അവൾ ഉണ്ടാക്കി കൊടുത്തത്. അത് മാത്രവുമല്ല, ആതിരയും ഈ വീട്ടിലേക്ക് വരണമെന്ന് അവൾ ആഗ്രഹിച്ചതും അതുകൊണ്ടായിരിക്കും. അതുപോലെ തന്നെ വൃന്ദാവനത്തിലുള്ളവരും അങ്ങനെ ചിന്തിച്ചു കാണും. ദയാനന്ദ മാഷും ആഗ്രഹിച്ചിട്ടുണ്ടാവും മൂത്ത മകൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ജീവിതം എന്തുകൊണ്ട് ഇളയ മകൾക്ക് കൂടി ആയിക്കൂടാ എന്ന്. അതും വളരെ നിസ്സാരമായി തന്നെ, യാതൊരു ചെലവുമില്ലാതെ. അതിനായിരിക്കും അവരും ഇതിനെല്ലാം കൂട്ടുനിന്നത്. അച്ഛൻ അക്കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ എല്ലാവരുടെയും ആഗ്രഹവും അവരുടെ എല്ലാവരുടെയും സഹായത്തോടെ ആയിരുന്നില്ലേ സന്ദീപ് ആ തെറ്റ് ചെയ്തത്? അതുകൊണ്ട് തന്നെ സന്ദീപിനെ മാത്രം നമുക്ക് കുറ്റക്കാരനാക്കാൻ കഴിയില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിനെല്ലാത്തിനും പിന്നിൽ എല്ലാ കാര്യങ്ങൾക്കും സന്ദീപിനൊപ്പം നിന്നവരുമൊക്കെ ഇപ്പൊ ഈ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു. എന്നാൽ പാവം ഇതിൽ ചെന്ന് പെട്ടുപോയ സന്ദീപ് ഇപ്പൊ ഈ വീടിന് പുറത്തും. അതുകൊണ്ട് തന്നെ അച്ഛൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറാകണം. എന്തായാലും ഇനിയും എന്നെ പോലെ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ എന്റെ അവസ്ഥയിൽ ജീവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല അച്ഛാ എന്ന് അവന്തിക സേതുമാധവനോട് പറയുന്നു. സേതുമാധവൻ അവന്തികയുടെ വാക്കുകളെല്ലാം കേട്ടതും ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോ അവന്തിക പറഞ്ഞു, അച്ഛാ, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അച്ഛൻ ഉടനെ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഞാൻ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞ് അവന്തിക റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോ സേതുമാധവൻ പിന്നിൽ നിന്ന് വിളിച്ചു, മോളെ അവന്തികെ. അത് കേട്ടതും അവന്തികയ്ക്ക് കാര്യം മനസ്സിലായി. സേതുമാധവൻ തന്നോട് തന്റെ തീരുമാനത്തിന് അനുകൂലമായി സംസാരിക്കാനാണ് ഒരുങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ അവന്തിക പുഞ്ചിരിയോടെ അങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ സേതുമാധവൻ പിന്നിൽ നിന്ന് പറഞ്ഞു, മോളെ, നീ അന്വേഷിക്ക് അവൻ എവിടെയാണെന്ന്, നമുക്ക് പോയി വിളിക്കാം. അത് കേട്ടതും അവന്തിക സന്തോഷത്തോടെ ആ റൂമിൽ നിന്നിറങ്ങി. അതിനുശേഷം അവന്തിക ഉടനെ തന്നെ സ്റ്റെയർ കയറി മുകളിലേക്ക് എത്തി. അവിടെ ആ ഡയറിയും പിടിച്ചുകൊണ്ട് അർച്ചന കാത്തു നിന്നിരുന്നു. അവന്തിക അരികിലേക്ക് എത്തിയതും അർച്ചന അവന്തികയ്ക്ക് നേരെ ഷെയ്ഖ് ഹാൻഡിനായി കൈനീട്ടി. അവന്തിക അത് കണ്ടില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവന്തികയുടെ കൈ ബലമായി തന്റെ കൈ കൊണ്ട് പിടിച്ചെടുത്തിട്ട് അർച്ചന പറഞ്ഞു, കൺഗ്രാചുലേഷൻ, അവസാനം അത് നേടിയെടുത്തല്ലോ. എനിക്കറിയാമായിരുന്നു നിങ്ങൾക്കത് സാധിക്കുമെന്ന് എന്ന് പറഞ്ഞതും
അവന്തിക ആ കൈ തട്ടി മാറ്റി കലിയോടെ മാറി നിൽക്കുന്നു.